നമസ്കാരം. സൂപ്പർ സോക്കറിലേക്ക് ഏവർക്കും സ്വാഗതം. പവേർഡ് ബൈ ഏഷ്യാനെറ്റ് കേബിൾ ഫൈബർ എൻ്റർപ്രൈസസ്. ACV അവതരിപ്പിക്കുന്ന ഫുട്ബോൾ വിരുന്ന്. ഇന്ന് അതിഥിയായിട്ടുള്ളത് സുദേശാണ്. സ്വാഗതം സുദേശ്. 6 കളികൾ. ഇനി 2-3 ദിവസം അങ്ങനെയാണല്ലേ? 6 കളികളുള്ള മത്സരം, അതായത് അവസാന റൗണ്ട് മത്സരം. അപ്പം ടീമുകൾ തമ്മിൽ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കരുതെന്ന് ഫിഫയ്ക്ക് വാശിയുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരേ സമയം ഒരു ഗ്രൂപ്പിലെ കളികൾ മുഴുവൻ. ഇപ്പോൾ 12:30-ക്ക് 2 കളി 2 സ്ഥലത്തായിട്ട് നടക്കുന്നു. അപ്പോൾ 4 ടീം, ഒരു ഗ്രൂപ്പിലെ 4 ടീം കളിക്കും. ഇന്നലെ അങ്ങനെ ആദ്യ മത്സരത്തിൽ 12:30-ക്ക് ബോസ്നിയ ഖത്തറിനെ നേരിട്ട മത്സരമാണ് ആദ്യം. ഈ ബോസ്നിയ ഖത്തർ മത്സരം 1-നെതിരെ 3 ഗോളുകൾക്ക് ബോസ്നിയ ജയിച്ച മത്സരം. പക്ഷേ ഒരു കാര്യം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്, ബോസ്നിയ ഇന്നലെ ഒരു അച്ചടക്കത്തോടെ ഒരുമയോടെ കളിക്കുന്ന ഒരു ടീമായി കണ്ടു. ഖത്തർ നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പ് നടന്നത് ഖത്തറിലാണ്. അന്നവർ ഹോസ്റ്റായി കളിച്ചു. ഇന്ന് അങ്ങനെയല്ല, അവരും ക്വാളിഫയിങ് റൗണ്ട് മത്സരം കഴിഞ്ഞ് എത്തിയ ഖത്തറാണ്. ഒരുപക്ഷെ ഖത്തറിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ജംഷിദ് കളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ മലയാളികൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മത്സരം ശരിക്കും എല്ലാ മലയാളികളും കണ്ടിരിക്കും. മത്സരം അവസാനിക്കുമ്പോൾ സിയാറ്റിലാണ് മത്സരം നടന്നത്. മത്സരം അവസാനിച്ചപ്പോൾ 1-നെതിരെ 3 ഗോളുകൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ബോസ്നിയ മത്സരം സ്വന്തമാക്കി വിലപ്പെട്ട 3 പോയിൻ്റ്. ഈ ലോകകപ്പിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് അല്ലേ സുദേശ്? അതായത് 2 ടീമുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറിപ്പോവും, 1ഉം 2ഉം സ്ഥാനക്കാർ. ഇനി മികച്ച 8 ടീമുകൾക്ക് സാധ്യതയുണ്ട് 32ലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ മത്സരങ്ങളെല്ലാം ശക്തമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. 8 ടീമിനെ സാധ്യതയുള്ളൂ, അതിൽ 4 ടീം പുറത്തു പോകണം. അതുകൊണ്ട് തന്നെ മത്സരങ്ങളെല്ലാം ശക്തമാകും. എങ്ങനെ കാണുന്നു ബോസ്നിയ ഖത്തർ മത്സരം? ബോസ്നിയ നമുക്കറിയാം, യൂറോപ്പിലെ ടഫായ ഒരു ക്വാളിഫയിങ് മത്സരങ്ങൾ കളിച്ചു വരുന്ന ടീമാണ്. അവർ ഇറ്റലിയെ പിന്നിലാക്കി. നമ്മൾ ആലോചിക്കണം, ഇറ്റലി പോലെ ശക്തരായ ഒരു ടീമിനെ അവർ പിന്നിലാക്കിയിരുന്നു. ഒപ്പം തന്നെ ഹംഗറി, പോളണ്ട് പോലെ ടീമുകളില്ലാത്ത ഒരു ലോകകപ്പിലാണ് ബോസ്നിയ കളിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ നിലയ്ക്കും അർഹമായ ഒരു സ്ഥാനമാണ് അവർ നേടിയെടുത്തത്. എന്നാൽ ആദ്യ 2 മത്സരങ്ങളിൽ അവർക്ക് തീർത്തും സ്വിറ്റ്സർലൻഡിനെതിരെയായാലും കാനഡയ്ക്കെതിരെയായാലും അവർക്ക് ആ മത്സരങ്ങളിൽ അവർക്ക് വേണ്ടത്ര ഒരു ടീമായി കളിക്കാൻ കഴിഞ്ഞില്ല. ബോസ്നിയ പോലുള്ള ടീമുകൾ നമ്മൾ സാധാരണ കാണുന്നതാണ്, കുറേ കൂടെ ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ടീമുകളാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പൊതുവേ ആ റീജിയനിൽ വരുന്ന ടീമുകളെല്ലാം ആ ശൈലിയിലാണ്. ചെക്കായാലും ഏത് ടീമായാലും അത് അവരുടെ ഫിസിക്കൽ അഡ്വാൻറ്റേജ്, ഒരു കടുത്ത പ്രതിരോധം. പിന്നെ അവർക്ക് സ്പീഡില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജാണ് അവർ കളത്തിൽ ഉപയോഗിക്കാൻ നോക്കുക. അതിനൊരു ഡിഫെൻസീവ് ശൈലിയാണ് നല്ലത്. പക്ഷേ ഇന്നലെ കുറേ കൂടെ അവർ സ്വാതന്ത്ര്യത്തോടെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ഇനിയൊന്നും നോക്കാനില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു എതിരാളിക്കെതിരെ വളരെ നന്നായിട്ട് അവർ കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മറുപക്ഷത്ത് ഖത്തർ ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ ഫോമിലേക്ക് വരുന്നില്ല. ആദ്യ മത്സരത്തിൽ ഫോമിൻ്റെ ചെറിയ സൂചന നൽകിയെങ്കിലും പിന്നീട് ആദ്യ പകുതിയിൽ മാത്രം, ആദ്യ പകുതിയിൽ മാത്രം, പിന്നീട് തീർത്തും മങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോമിലെത്താത്ത ഖത്തറിനെതിരെ ഒരു അഗ്രസീവായി കുറച്ച് ഏറെക്കുറെ അഗ്രസീവായിട്ട് കളിക്കാൻ ബോസ്നിയ തീരുമാനിക്കുകയാണ്. അങ്ങനെ ബോസ്നിയ അനായാസം 3 ഗോളുകൾ സ്കോർ ചെയ്തു. പക്ഷേ ഒരെണ്ണം തിരിച്ചടിക്കാൻ കഴിഞ്ഞത് ഖത്തറും നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിഫയിങ് റൗണ്ട് കഴിഞ്ഞ് വരുന്നൊരു ടീമാണ്. അവർക്ക് എല്ലാ യോഗ്യതയോടും കൂടി വരുന്നൊരു ടീം തന്നെയാണ്. ഫുട്ബോളിന് ഭാവിയുണ്ട്. ഇപ്പോൾ ഖത്തറിലെ ക്ലബ് ഫുട്ബോളിലെ അംഗങ്ങൾ മാത്രമാണ് അവിടെ കളിക്കുന്നത്. സൗദി പോലൊരു അങ്ങനെ ഒരു പ്രമാദമായ ലീഗൊന്നുമില്ല. ആ നിലയിൽ പോലും ഒരു ലോകകപ്പ് പോലുള്ള ഒരു വേദിയിൽ മറ്റു ടീമുകൾക്കെതിരെ ഭേദപ്പെട്ട നിലയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. 18 വയസ്സുകാരനായ അലജ് ബെഗോവിച്ചിൻ്റെ ലോങ് റേഞ്ച് ഗോൾ, അതാണ് ആദ്യത്തെ ഗോൾ. തീർച്ചയായിട്ടും. രണ്ടാമതൊരു ഓൺ ഗോൾ, ഗോൾ കീപ്പറെ പിഴവിൽ നിന്നൊരു ഓൺ ഗോളും. അങ്ങനെ 2 ഗോളുകൾ ലീഡോട് കൂടിയാണ് കളി തുടങ്ങുന്നത് ബോസ്നിയ. പക്ഷേ 1-ാം പകുതിയിൽ തന്നെ തിരിച്ചൊരു ഗോൾ മടക്കി അൽ ഹൈഡോസിൻ്റെ ഗോൾ മടക്കത്തോടുകൂടി പകുതി സമയത്ത് 2-1 കളി അവസാനിക്കുമ്പോൾ അത് 3-1 മത്സരം പൂർത്തിയാക്കുകയും ചെയ്തു. ഒരുപാട് കളികളുള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ ഒരു ഓട്ടപ്രദർശനം അതിൽ നടത്തുന്നത്, ക്ഷമിക്കണം. 2ാമത്തെ മത്സരം സ്വിറ്റ്സർലൻഡ്. 2ാമത്തെ മത്സരം എന്ന് ഉദ്ദേശിക്കുന്നത് 12:30 തന്നെയാണ്. അത് വാൻകൂവറിലാണ് മത്സരം നടന്നത്.
രണ്ടാമത്തെ മത്സരം സ്വിറ്റ്സർലൻഡും കാനഡയും തമ്മിലുള്ള മത്സരമായിരുന്നു. ഒരുപക്ഷെ ഒരു തുല്യ ശക്തികളുടെ മത്സരം എന്ന് പകുതി സമയം വരെ നമ്മളെല്ലാം കാത്തിരുന്നതാണ്. രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയുള്ള നീക്കങ്ങൾ, വളരെ ഫാസ്റ്റായിട്ടുള്ള ഫുട്ബോൾ ശൈലി, അത് കണ്ടുകൊണ്ടാണ് ശരിക്കും രണ്ടാമത്തെ മത്സരം തുടങ്ങിയത്. പക്ഷേ ആദ്യ പകുതിയിൽ ആർക്കും സ്കോർ ചെയ്യാനായില്ല. രണ്ടാം പകുതിയിൽ 1-2 ഗോളുകൾക്ക്, 3 ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിലാണ്. 1-2 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡ് മത്സരം സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു 2 യൂറോപ്യൻ ശൈലി ടീമുകൾ തമ്മിലുള്ള മത്സരം എങ്ങനെ വിലയിരുത്തുന്നു? ഇന്നലെ നടന്ന 6 മത്സരങ്ങളിൽ ഏറ്റവും മികച്ച മത്സരം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് കാനഡ മത്സരമാണ്. എന്തുകൊണ്ടെന്നാൽ 2 ടീമും ജയത്തിനായി, പൂർണ്ണമായിട്ടും ജയത്തിന്, സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതെത്തുക എന്നുള്ളത് പ്രധാനമാണ്. മറുവശത്ത് കാനഡയെ സംബന്ധിച്ച് സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പാണ്, അതിലേറ്റവും നല്ല പ്രകടനം നടത്തണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അവരും വരുന്നത്. ഇതിനു മുമ്പ് നടന്ന മത്സരങ്ങളിൽ ഇരു ടീമുകളും വളരെ നല്ല നിലയിൽ തന്നെ കളിച്ചു. സ്വിറ്റ്സർലൻഡ് ഒരു സമനിലയും ഒരു ജയവും നേടിയാണ് വരുന്നത്. ഒപ്പം തന്നെ അതേ രീതിയിൽ തന്നെയാണ് കാനഡയും വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കടുത്തൊരു മത്സരം തന്നെ പ്രതീക്ഷിച്ചിരുന്നു. തുല്യശക്തികളുടെ പോരാട്ടമാണ്. ഇവിടെ കാനഡയാണ് മത്സരത്തിൽ നമുക്ക് കളി കണ്ട ഒരാൾക്ക് കാനഡയുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റമാണ് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞത്. ഡേവിസ് ഇല്ലെങ്കിലും ഡേവിഡിനെ പോലുള്ള താരങ്ങളും മറ്റും ഏറ്റവും നല്ല നിലയിൽ തന്നെ അവർക്ക് വേണ്ടി കളിച്ചു. മുഴുവൻ സമയം സ്വന്തം കാണികളുടെ ഒരു ആവേശത്തിൻ്റെ പിന്തുണയോടുകൂടി വളരെ അഗ്രസീവായിട്ട് അവർക്ക് കളിക്കാൻ സാധിച്ചു. നിരവധി ഗോളവസരങ്ങളുണ്ടാക്കി. എന്നാൽ അന്തിമ വിജയം സ്വിറ്റ്സർലൻഡിനായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സാക്കയെ പോലുള്ള താരം, സ്വിറ്റ്സർലൻഡ് നമ്മളെപ്പോഴും പറയുന്നതാണ്, അവർ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ് കാനഡ താരങ്ങളെക്കാൾ. കാനഡയുടെ മുഴുവൻ താരങ്ങളും യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങളല്ല. നേരെ മറിച്ച് സ്വിറ്റ്സർലൻഡിന് തിരിച്ചാണ്. ഏറെക്കുറെ ഭൂരിപക്ഷം താരങ്ങളും യൂറോപ്പിലെ ടഫായ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളാണ്. അപ്പം അതിൻ്റെ ഒരു പരിചയ സമ്പത്ത്, ലോകവേദികളിലുണ്ടായ സാക്കയെ പോലുള്ള താരങ്ങൾക്കുള്ളൊരു പരിചയം, ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് മാൻസാംബിയും വർഗാസ് എന്ന് പറഞ്ഞ 2 വിങ്ങർമാരും, റൂബൻ വർഗാസും ഇന്നലെ അവർക്ക് നല്ല രീതിയിൽ ഈ കാനഡ പൂർണ്ണമായിട്ടും അറ്റാക്കിന് തുനിയുമ്പോൾ ഏതൊരു ടീമിന് വരുന്നതാണ്, അത് സ്വാഭാവികമായിട്ട് എതിർ ടീമിൻ്റെ വിങ്ങർമാർക്ക് ഒരു ചാൻസ് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് കൗണ്ടർ അറ്റാക്കിന് ഒരു ചാൻസ് കൊടുക്കും. ഈ ചാൻസ് മാൻസാംബിയും വർഗാസ് ഉപയോഗിച്ചു. എന്താണെന്ന് വെച്ചാൽ അവർ കുറേ കൂടെ ഒരു കുറച്ചുകൂടെ സ്കില്ലുള്ള പ്ലെയേഴ്സാണ്. ഒരു യൂറോപ്യൻ ശൈലി കളിക്കുന്നതിന് പകരം ഒരു ലാറ്റിൻ ശൈലിയൊക്കെ ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അത് കാരണം കുറച്ചുകൂടെ കാനഡയ്ക്ക് മുന്നിൽ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടി. ഈ 2 വിങ്ങർമാരുടെ ഒരു പോരാട്ടവും പരിചയ സമ്പത്തുമാണ് സ്വിറ്റ്സർലൻഡിന് ജയം നൽകിയത്. അതെ, ആദ്യ ഗോൾ വർഗാസ് നേടുന്നു, രണ്ടാം ഗോൾ 20 വയസ്സ് മാത്രം പ്രായമുള്ള മാൻസാംബിയും നേടുന്നു. അങ്ങനെ 2 ഗോളിൻ്റെ നേട്ടം. പക്ഷേ കാനഡ 76-ാം മിനിറ്റിൽ തിരിച്ചടിക്കുന്നു ഡേവിഡിലൂടെ. ഡേവിഡ് വീണ്ടും കാനഡയ്ക്കായി സ്കോർ ചെയ്തു. അങ്ങനെ 2-1 ആ മത്സരം, വാൻകൂവറിലെ മത്സരം സ്വന്തമാക്കിയത് സ്വിറ്റ്സർലൻഡാണ്. തൊട്ടടുത്ത മത്സരമാണ് നമ്മൾ കാത്തിരുന്ന മത്സരം, മൊറോക്കോ ഹെയ്ത്തി. മൊറോക്കോ എത്ര ഗോൾ ഹെയ്ത്തിക്ക് അടിക്കും എന്നായിരുന്നു എല്ലാവരുടെയും ഒരു, എന്ന് പറഞ്ഞാൽ ഗോൾ ആവറേജിൽ ഇപ്പോൾ 2 പേർക്കും തുല്യ പോയിന്റ് വരാൻ സാധ്യതയുള്ള ഒരു മത്സരമായി കണക്കാക്കിയതാണ്. മൊറോക്കോയ്ക്കും അതുപോലെ തന്നെ ബ്രസീലിനും ഒരേ പോയിന്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിൽ ടോപ്പ് ആരാകും, അതിനായിരുന്നു അവിടുത്തെ പ്രധാന മത്സരം. അങ്ങനെ മൊറോക്കോ മത്സരം അറ്റ്ലാന്റയിൽ നടന്ന മത്സരം ഇന്നലെ 4-2 മൊറോക്കോ ജയിച്ചു. പക്ഷേ ഗോൾ ആവറേജിൽ ബ്രസീലിനെ പിടിതള്ളാൻ മൊറോക്കോയ്ക്ക് ആയില്ല. ആ കളി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് സംസാരിക്കാം. എങ്ങനെ കാണുന്നു ആ മത്സരം? ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് സ്വാഭാവികമായിട്ടും ഹെയ്ത്തിക്കെതിരെ മൊറോക്കോ എത്ര ഗോൾ നേടുന്നുള്ളത് തന്നെയാണ്. പക്ഷേ കളി തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരെയും, മുഴുവൻ ഫുട്ബോൾ ആരാധകരെയും കണ്ടിരിക്കുന്നവരെല്ലാം ഞെട്ടിച്ചു ഹെയ്ത്തി. കളി തുടങ്ങുമ്പോൾ മൊറോക്കോ പതുക്കെ നിലയുറപ്പിച്ച് ഹെയ്ത്തിക്കെതിരെയുള്ള ഏതൊക്കെ ചാൻസ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഹെയ്ത്തി ഗോൾ നേടുകയാണ്. അപ്പോൾ ഒരു ഗോളിന് പിന്നിലായതോടുകൂടി മൊറോക്കോ വലിയ പ്രതിസന്ധിയിലായി. ഒരു ഗോൾ തിരിച്ചടിക്കാൻ അവർ ഏറെ പ്രയാസപ്പെട്ടു. പക്ഷേ ഹെയ്ത്തി അതേ ആവേശത്തിലാണ് പിന്നെയും കളിക്കുന്നത്. മൊറോക്കോയുടെ ഇവിടെയാണ് എടുത്തു പറയേണ്ടത്, മൊറോക്കോ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ടീം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലെത്തിയ ടീമാണ്. ഹക്കീമിയെ ഇന്നലെ ഹക്കീമിയുടെ ഒരു റോൾ ഏറ്റെടുക്കൽ, എങ്ങനെയായിരിക്കണം ഒരു ടീമിൽ ഒരാൾ ഒരു ടീമിനെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. ഹക്കീമി പിന്നിരയിൽ പിന്നില്ല. ഒരു ഗോൾ വഴങ്ങിയതോടുകൂടി ഹക്കീമി ഒരു ഫോർവേഡിനേക്കാൾ അഗ്രസീവായിട്ടാണ് മുന്നോട്ട് കയറി കളിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഗോളും കിട്ടുന്നത്. അതെ, ഹക്കീമിയുടെ ഗോള് പലപ്പോഴും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഹക്കീമിയുടെ ആ പ്രകടനം. അതിൽ ഒരു ഗോൾ ഹക്കീമി തിരിച്ചടിക്കുന്നു. പിന്നീട് നമ്മൾ പിന്നെയും പ്രതീക്ഷിക്കുന്നത് മൊറോക്കോ കൂടുതൽ ഗോൾ നേടുകയാണ്.
3 മിനിറ്റിനകം വെടിയുണ്ട പോലൊരു ഗോള്. ഒരു പ്രൊഫഷണൽ ഫുട്ബോളിൽ നമ്മൾ വളരെ ഗംഭീരമായ ടീമുകളിൽ നിന്നോ അല്ലെങ്കിൽ ഗംഭീരമായ താരങ്ങളിൽ നിന്നോ മാത്രം കാണുന്ന ഗോളാണ് കണ്ടത്. അത് ശരിക്കും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മൊറോക്കോയുടെ പ്രൊഫഷണലിസം. അതാണ് എന്തുകൊണ്ടാണ് മൊറോക്കോ ആഫ്രിക്കയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും മുകളിലായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കാൻ കാരണം. അല്ലെങ്കിൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ടീമുകൾക്കൊപ്പം ബ്രസീൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ അവർക്ക് ഒരു കൂടുതൽ നമുക്കൊരു പ്രാധാന്യം അവർക്ക് കൈവന്നത് അവരുടെ ഈ പ്രൊഫഷണൽ മികവാണ്. അവർക്ക് ഏറ്റവും മികച്ച ഒരു യുവതാരങ്ങളായാലും പരിചയസമ്പന്നരായാലും ഏറ്റവും നല്ല താരങ്ങൾ തന്നെ മൊറോക്കോയ്ക്കുണ്ട്. ആ പരിചയസമ്പത്താണ് കളിയുടെ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലെല്ലാം കളിച്ച ഹെയ്ത്തി അവർക്ക് 90 മിനിറ്റും അതേ ആവേശത്തിൽ കളിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് ഹെയ്ത്തിയെ പോലുള്ള ടീമിന്. അത് ഒരു രണ്ടാം പകുതിയുടെ പകുതി പിന്നീട് ഒരു 75 മിനിറ്റ് പിന്നിടുമ്പോൾ അവരുടെ ആവേശം കുറയുന്നത് നമ്മൾ കാണുന്നു. അത് മുതലെടുത്ത് മൊറോക്കോ 2 ഗോൾ കൂടി അടിക്കുകയാണ്. അങ്ങനെ 4-2 എന്ന ഒരു സ്കോർ നിലയ്ക്ക് മൊറോക്കോ ജയിക്കുന്നു. പക്ഷേ ഒരിക്കലും ആ ഒരു ഗോൾ നില ആ കളിയുടെ നിലവാരത്തിൻ്റെ സൂചനയല്ല എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഒരു കാര്യം കൂടെ എടുത്തു പറയണം. ഈ ലോകകപ്പിൽ നമ്മൾ കാണുന്നത് വളരെ അഗ്രസീവായിട്ട് കളിക്കുന്ന ടീമുകളെയാണ്. ഫിഫയ്ക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് ഓരോ മത്സരവും കുഞ്ഞൻ ടീമുകളുടെ മത്സരങ്ങൾ പോലും വളരെ ആവേശമുള്ളതാവുകയാണ്. അത് നല്ലൊരു കാണികളെ സംബന്ധിച്ചും ഫിഫയെ സംബന്ധിച്ചും ലോക ഫുട്ബോളിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായ കാര്യമാണ്. തൊട്ടടുത്ത മത്സരമാണ് എല്ലാവരും ഉറക്കമൊഴിഞ്ഞിരുന്ന് കാത്തിരുന്ന് കണ്ട മത്സരം. ഞാൻ കഴിഞ്ഞ കളിയിൽ ബ്രസീൽ ശരിക്കും അവരുടെ ശൈലിയിലേക്ക് തിരിച്ചു വന്നു എന്ന് എല്ലാവർക്കും തോന്നിയതുകൊണ്ടാവാം മത്സരത്തിന് ഒരുപാട് കാഴ്ചക്കാർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡിനെതിരെയായിരുന്നു മത്സരം. എത്ര ഗോൾ സ്കോട്ട്ലൻഡിനെതിരെ നേടും എന്നതായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. ശരിക്കും കളി തുടങ്ങി വളരെ ഭംഗിയായി തന്നെ മത്സരം നീണ്ടുപോയി. 2 ഭാഗത്തും കയറി ഇറങ്ങിയുള്ള മത്സരം. ഒരുപക്ഷെ ആദ്യത്തെ ബോൾ പൊസിഷനിൽ മുന്നിൽ സ്കോട്ട്ലൻഡ് തന്നെയായിരുന്നു. പക്ഷേ മത്സരം എപ്പോഴൊക്കെ മത്സരത്തിൽ ചാൻസ് കിട്ടുന്നു കൗണ്ടർ അറ്റാക്കിന്, പ്രത്യേകിച്ച് അപകടകാരിയായ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു സോളോ എഫർട്ടെന്നൊക്കെ എടുത്ത് പറയണം. ആദ്യ പകുതിയിൽ 2 ഗോളിന് മുന്നിട്ട് നിന്നു ബ്രസീൽ. ആ 2 ഗോളിൽ 7ാമത്തെ മിനിറ്റിൽ വിനീഷ്യസാണ് ആദ്യ ഗോൾ നേടുന്നത്. ഇഞ്ചുറി ടൈം, അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിൽ ഗോൾ നേടി വീണ്ടും വിനീഷ്യസ് ടീമിനെ 2-0 മുന്നിലെത്തിച്ചു. അതിനുശേഷം വിനീഷ്യസിന് ഹാട്രിക് നേടാനുള്ള 2-3 അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിർഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പ്രത്യേകിച്ച് ഗോൾ കീപ്പർ ഗണ്ണിൻ്റെ പ്രകടനവും തീർച്ചയായിട്ടും എടുത്തു പറയണം. അങ്ങനെ പകുതിക്ക് ശേഷം 61ാം മിനിറ്റിൽ വീണ്ടും മറ്റൊരു ഗോൾ കുൻഹയുടെ വക ഗോൾ നേടുന്നു. അതിനുശേഷമാണ് കുൻഹയെ മാറ്റി സാക്ഷാൽ 10ാം നമ്പർ താരം നെയ്മർ കളത്തിലിറങ്ങുന്നത്. എങ്ങനെ കാണുന്നു ആ ബ്രസീൽ മത്സരം? ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് ഏറ്റവും പറയേണ്ടത് ബ്രസീലിനെ കുറിച്ച് പറയുമ്പോൾ ബ്രസീൽ ഒന്നുകൂടെ മെച്യൂർ ആയിക്കൊണ്ടിരിക്കുന്നു. ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുന്തോറും ഇപ്പോൾ ആൻസലോട്ടി പുതിയൊരു കോച്ചാണ്. നമുക്കറിയാം അദ്ദേഹം ബ്രസീലിന് ആദ്യമായിട്ടാണ് ഒരു വിദേശ കോച്ച് വരുന്നത്. വിദേശ കോച്ചിന് കീഴിൽ കളിക്കുന്നെങ്കിലും യൂറോപ്പിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. അവർക്ക് വിദേശ കോച്ചുമാരെ പരിചയമുണ്ട്. പക്ഷേ ഒരു ടീം എന്ന നിലയിൽ ഒരു കറക്റ്റ് ഫസ്റ്റ് 11 ഇന്നലെയാണ് ബ്രസീലിന് വേണ്ടി ഇറങ്ങിയെന്ന് തോന്നുന്നു കൃത്യമായിട്ട്. പിന്നെ അതിന് പറയാൻ കാരണം ആദ്യ മത്സരത്തിൽ അവർ ചില പരീക്ഷണങ്ങൾ നടത്തി നോക്കി. ഇപ്പോൾ ഇന്നലെ റഫീഞ്ഞ തീരെ മങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നു. എനിക്ക് തോന്നുന്നു റഫീഞ്ഞയ്ക്ക് പരിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗംഭീരമായി കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ ഇന്നലെ അതിന് പകരം റയാൻ എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ വരുന്നു. ഒപ്പം തന്നെ മത്തിയാസ് കുന ആദ്യ 11 ഈ കഴിഞ്ഞ കളിയെ പോലെ തന്നെ ഇറങ്ങുന്നു. പിന്നെ വിനീഷ്യസ്. ഇപ്പോൾ ഈ മുന്നേറ്റ നിര ഏറെക്കുറെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ ശേഷിയുള്ള പ്രതിഭയുള്ള താരങ്ങളാണ്. അതുകൊണ്ട് ആ മേഖലയിൽ ബ്രസീലിന് ഒരു ആധിപത്യം തന്നെയുണ്ട്. പിന്നീട് ഞാൻ പറയുന്നത് ഡിഫൻസിൻ്റെ കാര്യത്തിലാണ്. ഇന്നലെ വിങ്ങർമാർ ബ്രസീലിൻ്റെ വിങ്ങർമാർ കഫുവിനെയും കാർലോസിനെയാണ് ഇപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ കാലത്തിൽ നിന്ന് അവർ മോശക്കാരാണെന്നല്ല, അസാധാരണ പ്രതിഭകളാണ്. അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. ഒരു ലോക 11 എടുത്തു പറയുകയാണെങ്കിൽ കഫും കാർലോസും ഉണ്ടാവാനുള്ള സാധ്യത വലിയ 75%-ലധികമാണ്. പക്ഷേ ഞാൻ പറയുന്നത് പുതിയ കാലത്ത് ബ്രസീലിൻ്റെ പ്രതിരോധത്തിൽ കുറേ കൂടെ ജോലിയുണ്ട്. ഇപ്പോൾ സാൻഡോസും ഒപ്പം തന്നെ ഡാനിലോയാണ് വിങ്ങർമാർ കളിക്കുന്നത്. ഇന്നലെ അവർ അസാധ്യ ഫോമിൽ ഉയർന്നു. ഒപ്പം തന്നെ ഗബ്രിയേലും മാർക്കിനസും അസാധ്യമായ ആത്മവിശ്വാസത്തോടെ കളിച്ചു. എതിരാളി സ്കോട്ട്ലാൻഡ് ആയതുകൊണ്ടായിരിക്കാം
ഈ പ്രതിരോധം പലപ്പോഴും അവരാണ് പന്ത് നിയന്ത്രണത്തിലാക്കി ഏത് തരത്തിൽ മുന്നേറ്റം വേണം തീരുമാനിക്കുന്നത്. മധ്യനിരയായിരുന്നില്ല. ഇന്നലെ സുദേശ് മധ്യനിര ഒരല്പം പരുങ്ങലിലായിരുന്നോ എന്ന്, പ്രത്യേകിച്ച് പക്കറ്റോയും കാസിമറോയും അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കളി നിയന്ത്രിച്ചിരുന്നത് ഈ ബാക്ക് ലൈൻ ആയിരുന്നു. കളി കുറേ കൂടെ അവരുടെ കളിയെ ഒരു കൺട്രോൾ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ കാസിമറോയും പക്കറ്റോ ആയാലും ഒരു ഭേദപ്പെട്ട രീതിയിൽ അവരിൽ നിന്ന് എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത്, ആദ്യ 2 കളിയേക്കാൾ ഭേദപ്പെട്ട് കളിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഏറ്റവും വേണ്ടത് അവർ കുറേ കൂടെ പ്രതിരോധക്കാരുമായിട്ട് ഒരു കോമ്പിനേഷനിലെത്തുകയും പന്ത് റിസീവ് ചെയ്ത് വിട്ടീഞ്ഞ പോർച്ചുഗലിന് കളിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ റോഡ്രി സ്പെയിനിന് കളിക്കുന്ന രീതിയിൽ, അത്തരത്തിലുള്ള ഒരു കളിയാണ് ബ്രസീലിൻ്റെ മധ്യനിരയിൽ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ ഒരു തരത്തിൽ സഹായിച്ചത് ഇത്തരത്തിൽ ഭേദപ്പെട്ട് കുറച്ച് കളിയുടെ നിലവാരം ബ്രസീലിൻ്റെത് ഉയർന്നു. ഓരോ കളി തോറും ആദ്യ കളിയിൽ തീരെ മോശമായിരുന്നു, രണ്ടാമത്തെ കളിയിൽ കുറച്ച് മെച്ചപ്പെട്ടു, ഈ കളിയിൽ കൂടുതൽ മെച്ചപ്പെട്ട് കളിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ മറുപക്ഷത്ത് സ്കോട്ട്ലൻഡ് ബ്രസീലിനെ ഭയപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവരുടെ നിരന്തരം മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടാണ്. ആദ്യ ഗോൾ തന്നെ അവരുടെ ഒരു വലിയ മിസ്റ്റേക്കിൽ നിന്നാണ്. രണ്ടാമതൊരു ഗോൾ മിസ്റ്റേക്കിൽ നിന്ന് നേടിയെങ്കിലും രണ്ടാമതൊരു ഗോൾ നേടിയെങ്കിലും വാറ് കാരണം ആ ഗോൾ തടയുകയാണ്. മൂന്നാമത്തെ ഗോളും വിനീഷ്യസിനെ അവർ മാർക്ക് ചെയ്യാതെ വിടുകയായിരുന്നു. പക്ഷേ അസാധ്യമായൊരു ക്രോസ് ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ. ഗോൾ കീപ്പറിൻ്റെ കൈയുടെ മുകളിലൂടെ പന്ത് പോകുന്നു, എതിർ ഡിഫൻഡറിൻ്റെ തലയും കവർ ചെയ്ത് വിനീഷ്യസിന് അനായാസം ഹെഡ് ചെയ്യുന്ന രീതിയിൽ, അത് നമ്മൾ ഫോളിംഗ് ലീഫ് എന്ന് പറയുന്ന പോലെ ഒരു കിക്കുണ്ട്, അതുപോലായിരുന്നു. ഒരു ഇല വീഴുന്ന പോലെ ആയിരുന്നു അത് ഹൈറ്റിൽ. അതിൻ്റെ നമ്മൾ പണ്ടൊരു റൊണാൾഡിനോൻ്റെ ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഇംഗ്ലണ്ടിനെതിരെ ഒരു ഫ്രീ കിക്ക്. അപ്പോൾ അതുപോലെ ഒരു ക്രോസ് ആയിരുന്നു. പക്ഷേ ഇന്നലെ ഏറ്റവും റയാൻ്റെ കളി എടുത്തു പറയണം. അവിടെ റയാൻ ആ വിങ്ങിൽ നല്ല സ്വാതന്ത്ര്യത്തോട് അല്ലെങ്കിൽ അസാധ്യ പ്രതിഭയോടുകൂടി കളിച്ചതുകൊണ്ടാണ് വിനീഷ്യസിന് കുറച്ച് ഫ്രീഡം കിട്ടുന്നത്. ഒപ്പം തന്നെ കുഞ്ഞ ഒരു മിഡ്ഫീൽഡറുടെ റോളിലേക്ക് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ അതെ കുഞ്ഞ പലപ്പോഴും ഇറങ്ങി കളിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഗോൾ കിട്ടേണ്ടതായിരുന്നു അദ്ദേഹം. പക്ഷേ നേരെ മറിച്ച് നമ്മൾ കാണുന്നത് വിനീഷ്യസ് ഫ്രണ്ടിൽ വിനീഷ്യസും ഒപ്പം തന്നെ റയാനും നല്ല രീതിയിൽ കളിക്കുമ്പോൾ കുഞ്ഞയ്ക്കൊരു സാഹചര്യം കിട്ടുകയാണ് പിന്നോട്ട് വരാൻ. അത് കൃത്യമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു. പല അവസരങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചു. വിനീഷ്യസ് നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ബ്രസീൽ ടീം മെച്ചപ്പെടുന്നു, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിനിടയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നെയ്മറിൻ്റെ ഒരു വരവ്. ഇന്നലെ ഏകദേശം കളിക്കുമെന്ന് ഉറപ്പായിരുന്നു, എന്നാലും ഫസ്റ്റ് 11 ഉണ്ടാവില്ല എന്നും ഉറപ്പായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 90 മിനിറ്റോ അല്ലെങ്കിൽ കളിക്കാനുള്ളൊരു ഇപ്പോഴും ഒരു ഫിറ്റ്നസ് അദ്ദേഹം കൈവരിച്ചിട്ടില്ല. അദ്ദേഹം കളത്തിലിറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നിരന്തരം കളി ഒരു 10-40 പരിക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിലൊരു 6ഓളം പരിക്കുകൾ കളി നിർത്താൻ തന്നെ കാരണമാകുന്ന പരിക്കാണ്. അങ്ങനെയുള്ള ഒരു താരം തിരിച്ചു വരുന്നത് ഫുട്ബോളിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആരാധകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ പ്രചോദനം, ആത്മവിശ്വാസം നൽകുന്നുള്ളതൊക്കെ ഉള്ളൊരു പാഠം കൂടിയാണത്. അപ്പോൾ ആ നിലയ്ക്ക് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം വിലയിരുത്താൻ സമയമായിട്ടില്ല. 15 മിനിറ്റ് മാത്രമാണ് കളിച്ചത്. പക്ഷേ അതൊരു നല്ല സൂചനയാണ് എന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും കളി അവസാനിക്കുമ്പോൾ മിയാമിയിൽ നടന്ന മത്സരത്തിൽ ബ്രസീൽ 3-0 ജയിക്കുന്നു. ഒപ്പം പൂളിലെ ടോപ്പ് ആകുകയും ചെയ്തു. അടുത്ത മത്സരം 3:30 മത്സരമായിരുന്നു. സൗത്ത് ആഫ്രിക്കയും സൗത്ത് കൊറിയയും തമ്മിലുള്ള മത്സരവും ഒപ്പം ചെക്കും മെക്സിക്കോയും തമ്മിലുള്ള മത്സരവും. ഈ രണ്ട് മത്സരങ്ങളാണ് 6:30 നടന്ന മത്സരങ്ങൾ. അതിൽ സൗത്ത് ആഫ്രിക്ക 1 ഗോളിന് സൗത്ത് കൊറിയയെ പരാജയപ്പെടുത്തുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ മത്സരമാണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച മത്സരം പോലെ നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം തുല്യ ശക്തികളുടെ ഒരു പോരാട്ടം, 2 ശൈലിയിൽ കളിക്കുന്ന പ്ലെയേഴ്സ്, അവരുടെ ഒരു പോരാട്ട വീര്യം കണ്ട മത്സരത്തിൽ 1-0 മൊണ്ടേറിയിൽ ഇന്നലെ സൗത്ത് ആഫ്രിക്ക മത്സരം ജയിച്ചു. എങ്ങനെ കടന്നു ആ മത്സരം? ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ തുല്യ ശക്തികളുടെ ഒരു പോരാട്ടമായിരുന്നു. അപ്പോൾ അതിൽ പറയേണ്ടത്, നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ കൊറിയയുടെ ഒരു ജയമാണ് ഒരു ശരാശരി കണക്ക് കൂട്ടുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 മത്സരത്തിലും സൗത്ത് ആഫ്രിക്കയ്ക്ക് അവരുടെ ഒരു പക്വതയോടെ കളിക്കാൻ അവർക്ക് പറ്റി, അല്ലെങ്കിൽ അവർക്ക് ഒരു ഭയമില്ലാതെ കളിക്കാൻ, ഒരു ആശങ്കയില്ലാതെ കളിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ കൊറിയ ആദ്യ 2 മത്സരങ്ങളും ഭേദപ്പെട്ട രീതിയിലാണ് കളിച്ചതെന്ന് നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ട് ഇവിടെ കൊറിയ ഒരു ചെറിയ മാർജിനിലാണെങ്കിലും ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇവിടെയാണ് ആഫ്രിക്കൻ ടീമുകളുടെ എന്താണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് നമ്മൾ പരിഗണിക്കണമെന്ന് പറയുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ഇന്നലത്തെ മത്സരം. ആഫ്രിക്കയിലെ വളരെ ടഫായ ക്വാളിഫയിങ് മത്സരങ്ങൾ കളിച്ചു വരുന്ന സൗത്ത് ആഫ്രിക്കയാണ്. അവർ മോശക്കാരല്ല. നൈജീരിയയും ക്യാമറൂണും ഒന്നും ഇല്ലാത്ത
ഒരു ലോകകപ്പാണ്. അതെ. അപ്പോൾ അതിന് പകരം വന്ന ശക്തികൾ തീർത്തും മോശക്കാരല്ല. ആ ഒരു പ്രതിഭ തന്നെയാണ് അവർ ഇന്നലെ കാണിച്ചത്. കുറേ കൂടെ ആസൂത്രണത്തോടെ കളിക്കാൻ അവർക്ക് സാധിച്ചു. കൊറിയയെ പോലെ വേഗത കൊണ്ട് കളിക്കുന്ന ഒരു ടീമിനെ അവർക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റി ആദ്യമായിട്ട്. ആ പ്രതിരോധിക്കുന്നതിനൊപ്പം വളരെ നിർണായകമായിട്ടൊരു ഗോളും അവർ നേടി. കൊറിയയുടെ ഒരു വിഷയം ഉണ്ടായ സൗത്ത് ആഫ്രിക്കയെ അവർ വേണ്ടത്ര ഒരു പ്ലാനോട് കൂടിയാണോ ഇന്നലെ ഇറങ്ങിയെന്നൊരു സംശയമാണ്. നിരവധി അവസരങ്ങളും കളഞ്ഞു. അതെ, അതാണ് വേണ്ടത്ര ഒരു തയ്യാറെടുപ്പില്ലാതെ ഇറങ്ങിയതുപോലെയാണ് തോന്നുന്നത്. അത് നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് പറയല്ലേ, എന്നാൽ പോലും വേണ്ടത്ര തയ്യാറെടുപ്പ് നമ്മൾ നിരീക്ഷണ രീതിയിൽ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നിരവധി അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു നല്ല ഫിനിഷറുടെ കുറവ് കൊറിയയ്ക്കുണ്ട്. നേരത്തെ മുൻകാലങ്ങളിൽ നല്ല മുന്നേറ്റ താരങ്ങളുണ്ടായിരുന്നു അവർക്ക്. അതെ, പാർക്കി സിംഗിനെ പോലുള്ള താരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അത്തരം ഒരു ഫോർവേഡിൻ്റെ കുറവ് അവർക്ക് കണ്ടു. പിന്നെ വേഗത കൊണ്ട് മാത്രം കാര്യമില്ല എന്നുകൂടിയാണ്. കുറേ കൂടെ കളിയിൽ ചില തന്ത്രങ്ങളും ചില ശൈലികളും എല്ലാം ഏതാണോ ആ കളിയിൽ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ, അല്ലെങ്കിൽ ആ എതിർ ടീമിനെതിരെ ഇറക്കുന്ന ശൈലി, ഇതെല്ലാം പ്രധാനമാണ്. അതിലൂടെയാണ് സൗത്ത് ആഫ്രിക്ക ഇന്നലെ തങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു വിജയം അവർ നേടിയെടുക്കുന്നു. ഇപ്പോൾ അവർക്കൊരു സാധ്യത കൂടെ വന്നിരിക്കുകയാണ്. നമ്മളതുകൂടെ കണ്ടാണ് സൗത്ത് ആഫ്രിക്ക. തീർച്ചയായിട്ടും മികച്ച 3-ാം സ്ഥാനക്കാരെന്ന രീതിയിൽ 32-ലേക്ക് എത്താൻ മസേക്കോ നേടിയ ഗോളിന് സാധിക്കുന്നു. മൊണ്ടേറിയയിൽ നടന്ന മത്സരമാണ് സൗത്ത് ആഫ്രിക്ക സൗത്ത് കൊറിയ മത്സരം. 1-0 മത്സരം സ്വന്തമാക്കുന്നു സൗത്ത് ആഫ്രിക്ക. പിന്നീട് ചെക്ക് മെക്സിക്കോ മത്സരം. ചെക്ക് മെക്സിക്കോ മത്സരത്തിൽ ഇന്നലെ പകുതി സമയം ഇന്നലെയും സ്കോറില്ല. പക്ഷെ അതിനുശേഷം ചെക്കിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് കണ്ടത്. പകുതിക്ക് ശേഷം ഒരു ഉണർന്ന് കളിച്ച ചെക്ക്. എപ്പോഴും സുദേശ് പറയാറുള്ളത് പോലെ ചെക്കും അതുപോലെയുള്ള ടീമുകൾ, യൂറോപ്യൻ ടീമുകളെല്ലാം തങ്ങളുടെ ശക്തിയും കൂടി ഫുട്ബോളിൽ കാണിക്കും, പ്രത്യേകിച്ച് ഡിഫൻസിൽ. ഇന്നലെ ചെക്ക് അങ്ങനെ തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് കളിച്ചതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ആക്രമണ ഫുട്ബോൾ അഴിച്ചുവിട്ട മെക്സിക്കോ 3 ഗോളുകൾക്ക്, എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഇന്നലെ മത്സരം സ്വന്തമാക്കുന്നു. മെക്സിക്കോ സിറ്റിയിലാണ് ഈ മത്സരം നടന്നത്. എങ്ങനെ ആ മത്സരം വിലയിരുത്തുന്നു? ഇതിലേറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ടത് മെക്സിക്കോ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ലോകകപ്പ് കളിക്കുന്ന, നമ്മൾ മുൻകാലത്തും കണ്ടതാണ്. അവർ 86-ലെ വേൾഡ് കപ്പിൽ അവർ സെമിയിലെത്തുന്നത് നമ്മൾ കണ്ടു, സ്വന്തം നാട്ടിൽ നടക്കുമ്പോൾ. അപ്പോൾ സ്വന്തം നാട്ടിൽ കളിക്കുമ്പോൾ മെക്സിക്കോ വലിയ അപകടകാരികളായിട്ട് മാറുകയാണ്. അത് ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടു. 3 ഗ്രൂപ്പുകൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി. പക്ഷേ അതിൽ 3 മത്സരം ജയിച്ച ഒറ്റ ടീമേ ഉള്ളൂ, അത് മെക്സിക്കോ ആണ്. 3 മത്സരം ജയിക്കുക എന്ന് മാത്രമല്ല 3 മത്സരം ആധികാരികമായി ജയിച്ചു. അതാണ് പ്രത്യേകത. 3 ഗോളുകൾ നേടി 1-2 മത്സരങ്ങളിൽ അവർക്ക് 3 ഗോളുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ നിലയ്ക്ക് കളിക്കുന്ന ഒരു ടീമാണ് മെക്സിക്കോ. അതുകൊണ്ട് തന്നെ ചെക്ക് ഈ ടൂർണമെൻറ്റിൽ വേണ്ടത്ര ഒരു ഫോമിലേക്ക് ഉയരാതെ പോയൊരു ടീമാണ്. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ട ചെക്ക് കുറേ കൂടെ നല്ലൊരു ടീമായിരുന്നു, കുറേ കൂടെ പ്രതിഭാശാലികളുള്ള ടീമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജ് മാത്രമാണ് അവർക്കുള്ളതെന്ന് തോന്നുന്നു പല ഘട്ടത്തിലും. ഇന്നലെ അവർ ഡിഫെൻസീവായി കളിച്ചപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കറക്റ്റ് തന്ത്രമാണ് മെക്സിക്കോ പ്രയോഗിച്ചത്. ആ സമയത്ത് ഫസ്റ്റ് ഹാഫിൽ വലിയ സാഹസത്തിനൊന്നും മുതിരാതെ ആ സാഹചര്യം ശരിക്കും മനസ്സിലാക്കി ആദ്യ പകുതിയിൽ വലിയ ആക്രമണത്തിനൊന്നും തുനിയാതെ ചെക്കിനെ ഒപ്പം നിൽക്കാൻ ശ്രമിക്കുകയും, എന്നാൽ 2-ാം പകുതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോം ഗ്രൗണ്ടാണ്, അതിൻ്റെ ഒരു ആവേശം അവർക്കുണ്ട്. പിന്നീട് അവർക്ക് പേടിക്കാനില്ല, 6 പോയിൻ്റ് ഓൾറെഡി പോക്കറ്റിലുണ്ട്. അപ്പോൾ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് അവർ വളരെ അഗ്രസീവായിട്ട് കളിക്കുന്നു. 3 ഗോളുകൾ. അതെ, 2-ാം പകുതിയിൽ. ഇപ്പോൾ നമുക്ക് മെക്സിക്കോയെക്കുറിച്ച് പറയുമ്പോഴൊരു കാര്യം പറയണം. അവിടെ ഒരു അസാമാന്യ പ്രതിഭകളോ സൂപ്പർ താരങ്ങളോ ഒന്നും അവിടെ ഇല്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, കാണികളുടെ ആവേശം, സ്വന്തം ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ്, ഒപ്പം തന്നെ മെക്സിക്കൻ ഫുട്ബോൾ എന്നും നല്ല നിലവാരത്തിൽ കളിച്ചിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് മെക്സിക്കോ. ഫുട്ബോൾ അങ്ങനെ നല്ല രീതിയിൽ കളിച്ചിട്ടുള്ളതാണ്. ആ കളി അവരുടെ ഈ സാഹചര്യങ്ങളെല്ലാം തങ്ങൾക്ക് ഒത്തുവരികയും സാമാന്യം വമ്പൻ ടീമുകളുടെ മുന്നിലൊന്നും പെടാത്തൊരു ഗ്രൂപ്പ്. അതുമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സൗത്ത് ആഫ്രിക്കയും സൗത്ത് കൊറിയയും ചെക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടം മെക്സിക്കോയ്ക്ക് വലിയൊരു പരീക്ഷണമൊന്നും ഉണ്ടായില്ല. വലിയ ആ ഗ്രൂപ്പ് ഏറെക്കുറെ മെക്സിക്കോയുടെ അതെ, അല്ല, ഞാൻ അതാ പറയാൻ പോകുന്നത്. ഇനിയാണ് മെക്സിക്കോയ്ക്ക് ഈ അഡ്വാൻറ്റേജിന് അപ്പുറം ഇപ്പോൾ വലിയ ടീമുകൾ, നമ്മൾ പറയുന്ന ജർമ്മനിയോ സ്പെയിനോ ഫ്രാൻസോ ഒക്കെ പോലുള്ള ടീമുകൾ മുന്നിലെത്തുമ്പോൾ അവർക്ക് ഹോം ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഹോം ഗ്രൗണ്ടോ ഒന്നും അവരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. അവിടെയാണ് മെക്സിക്കോ പരീക്ഷിക്കപ്പെടുക. ആ ഘട്ടത്തിലാണ് നമ്മൾക്ക് നോക്കൗട്ടിലെത്തുമ്പോഴാണ് ഓരോ ടീമിൻ്റെയും യഥാർത്ഥ ശേഷിയും തിരിച്ചറിയാൻ കഴിയുക. ഇനി ഇന്നത്തെ മത്സരങ്ങളിൽ കൂടി പോകണം. ഇന്ന് ഈ ഗ്രൂപ്പിലെ മത്സരമാണ്. ഈ എഫ് ഗ്രൂപ്പും
തമ്മിൽ ഉള്ള മത്സരവും അതിനുശേഷം ആദ്യ മത്സരം കുറോസോ ഐവറി കോസ്റ്റ്, തുടർന്ന് ഇക്വഡോർ ജർമ്മനി. ഈ രണ്ടും 12:30-ക്കാണ്. അതിനുശേഷം ജപ്പാൻ സ്വീഡൻ, ടുണീഷ്യ നെതർലൻഡ്സ്. ഇത് 4:30-ന് മത്സരിക്കും. തുടർന്ന് തുർക്കി അമേരിക്കയും പരാഗ്വായ് ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരമാണ്. നാളെയും ഒരു ആതിഥേയ രാജ്യം കളിക്കുന്നുണ്ട്, അമേരിക്ക. ഈ കളികളുടെ വിശകലനവുമായി വീണ്ടും ഞങ്ങൾ തിരിച്ചു വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.